നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വാഹന പരിശോധനയ്ക്കിടെ സംശയാസ്പദമായി കണ്ട ആളെ പരിശോധിച്ചതിൽ 3.04 ഗ്രാം MDMA കണ്ടെത്തി. ഹോസ്ദുർഗ് മുറിയനാവി സ്വദേശി സാജിദ് CH ആണ് ഹോസ്ദുർഗ് പോലീസിന്റെ പിടിയിലായത്. പനത്തടി കല്ലപ്പള്ളിയിൽ പുലി ഭീതിയിൽ ജനങ്ങൾ. കല്ലപ്പള്ളിയിൽ പുലി വീടിന് മുന്നിൽ നിന്ന് പട്ടിയെ കടിച്ചെടുത്തു കൊണ്ടുപോയതായി പരാതി. KCB ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം നടന്നു. ഹോട്ടൽ ബേക്കൽ ഇന്റർനാഷണലിൽ വെച്ചായിരുന്നു സമ്മേളനം നടന്നത്. അവകാശ പത്രിക അംഗീകരിക്കണമെന്ന ആവശ്യം. SFI RDC ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഹോസ്ദുർഗ് കോടതി പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സംഘാടക സമിതി പിരിച്ചുവിടൽ യോഗം നടന്നു. E. ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. നോർക്ക റൂട്ട്സ് NDPR EM പദ്ധതിയുടെ ഭാഗമായി സംരംഭകത്വ ശില്പശാല സംഘടിപ്പിച്ചു. ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തണം എന്നാവശ്യം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള NGO യൂണിയൻ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. വാഹന പരിശോധനയ്ക്കിടെ സംശയാസ്പദമായി കണ്ട ആളെ പരിശോധിച്ചതിൽ 3.04 ഗ്രാം MDMA കണ്ടെത്തി. ഹോസ്ദുർഗ് മുറിയനാവി സ്വദേശി സാജിദ് CH ആണ് ഹോസ്ദുർഗ് പോലീസിന്റെ പിടിയിലായത്. വാഹന പരിശോധനയ്ക്കിടെ സംശയാസ്പദമായി കണ്ട ആളെ പരിശോധിച്ചതിൽ 3.04 ഗ്രാം MDMA കണ്ടെത്തി. ഹോസ്ദുർഗ് മുറിയനാവി സ്വദേശി സാജിദ് CH ആണ് ഹോസ്ദുർഗ് പോലീസിന്റെ പിടിയിലായത്. കുശാൽ നഗർ അലാമിപ്പള്ളി റോഡിൽ വാഹന പരിശോധന നടത്തവേ വാഹനം നിർത്താതെ ഓടിച്ചു പോകുവാൻ ശ്രമിച്ച സാജിദിനെ പോലീസ് പിന്തുടരുകയും വാഹനം ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ പിടികൂടുകയുമായിരുന്നു. ഇയാൾ സഞ്ചരിച്ച വാഹനം പരിശോധിച്ചപ്പോഴാണ് MDMA കണ്ടെടുത്തത്. ലഹരി കേസുകളിൽ ഇയാൾ മുൻപും ഹോസ്ദുർഗ് പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവി BV വിജയ് ഭരത് റെഡ്ഡി IPSന്റെ നിർദ്ദേശപ്രകാരം കാഞ്ഞങ്ങാട് DYSP ബാബു പെരിങ്ങേത്ത്, ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അജിത് കുമാർ P എന്നിവരുടെ മേൽനോട്ടത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ വിഷ്ണു പ്രസാദ്, വരുൺ PV, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സനീഷ് കുമാർ, സിവിൽ പോലീസ് ഓഫീസർ അജീഷ് കുമാർ, ഡ്രൈവർ CPO ഷാജു എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പനത്തടി കല്ലപ്പള്ളിയിൽ പുലി ഭീതിയിൽ ജനങ്ങൾ. കല്ലപ്പള്ളിയിൽ പുലി വീടിന് മുന്നിൽ നിന്ന് പട്ടിയെ കടിച്ചെടുത്തു കൊണ്ടുപോയതായി പരാതി. പാണത്തൂർ പനത്തടി പഞ്ചായത്തിലെ കല്ലപ്പള്ളിയിൽ പുലി വീടിന് മുന്നിൽ നിന്ന് പട്ടിയെ കടിച്ചെടുത്തു കൊണ്ടുപോയതായി പരാതി. ദൊടമന ബാബുവിന്റെ വീട്ടിലെ പട്ടിയെയാണ് വെളുപ്പിന് 3 മണിയോടുകൂടി പുലി കടിച്ചെടുത്ത് കൊണ്ടുപോയത്. ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങിയപ്പോൾ പുലി ഓടിമറയുകയായിരുന്നു. പ്രദേശത്ത് പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തി. പനത്തടി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ B. ശേഷപ്പയുടെ നേതൃത്വത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംഭവത്തെക്കുറിച്ച് DFOയ്ക്ക് റിപ്പോർട്ട് നൽകുമെന്ന് ഫോറസ്റ്റർ അറിയിച്ചു. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ നിരവധി തവണയാണ് കല്ലപ്പള്ളി മേഖലയിൽ പുലിയിറങ്ങി വളർത്തുന്ന മൃഗങ്ങളെ കൊണ്ടുപോയത്. പ്രദേശത്തെ ജനങ്ങൾ വളരെ ഭീതിയോടെയാണ് കഴിയുന്നത്. പുലി ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാമെന്ന് DFO ഉറപ്പു നൽകിയിരുന്നതായും എന്നാൽ തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ തുടരുന്നതിൽ ആശങ്കയുണ്ടെന്നും പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അരുൺ രംഗലത്തുമല പറഞ്ഞു. ഈ ഒരു വർഷമായി ഈ ആറാമ്പാടി കല്ലപ്പള്ളി ഭാഗത്ത് ദൊഡമന, പാടിക്കൊച്ചി, പെരുമുണ്ട, ബീരുദണ്ട് ഈ ഭാഗത്ത് ഒരു വർഷമായി ഇപ്പോൾ പുലിൻ്റെ ശല്യമാണ്. വീട്ടിലെ പട്ടികളെ, കോഴികളെ, ആടുകളെ കൊണ്ടുപോകുന്ന സ്ഥിതിയാണുള്ളത്. ഇപ്പോൾ ഒരു 6 മാസമായിട്ട് ഒരു ദിവസം വിട്ട് ഒരു ദിവസം വീട്ടുകളിലെ പട്ടികളെ കൊണ്ടുപോകുന്ന സ്ഥിതിയാണ്. ഇന്നലെ രാത്രി ഇവിടെ നമ്മളെ ദൊഡമന KK ബാബു ഇവരെ വീട്ടിൽ നിന്ന് ഒരു പട്ടീനെ കൊണ്ടുപോയി. ഫോറസ്റ്റുകാർക്ക് വേറെ അറിയിച്ചു. ഫോറസ്റ്റുകാർ വന്ന് നോക്കി പുലിയുടെ കാൽപ്പാട് കാണുന്നുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ ഭീഷണി എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തു നിന്ന് പിള്ളേർക്ക് കുറച്ച് അംഗനവാടിക്ക് ഇല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകാൻ കുറച്ച് ദൂരമുണ്ട്. നടന്നിട്ട് പോകേണ്ട സ്ഥിതിയാണ്. പിള്ളേരെ ഏത് ധൈര്യത്തിൽ വിടുന്ന നാട്ടുകാർ ചോദിക്കുന്നത്. ക്രമേണ ഈ ഇപ്പോൾ പുലി പിടിക്കുന്ന ആടിനായിരിക്കും, പട്ടീനായിരിക്കും. ഈ പുലിയ ആട് കിട്ടാത്ത സമയത്ത് പിള്ളേരെ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഈ പുലിനെ ആയത്ര പിടിച്ചിട്ട് മറ്റുള്ള അരണ്യ പ്രദേശത്ത് കൊണ്ടുപോകാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് പറയുന്നത്.
പുലിയെ പിടികൂടാനാവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പനത്തടി. KCB ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം നടന്നു. ഹോട്ടൽ ബേക്കൽ ഇന്റർനാഷണലിൽ വെച്ചായിരുന്നു സമ്മേളനം നടന്നത്. KCB ഓഫീസേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട് ബേക്കൽ ഇന്റർനാഷണൽ വെച്ചാണ് നടന്നത്. KCBOA സംസ്ഥാന ജനറൽ പ്രസിഡന്റ് ഇന്ദിര K ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംഘടനയുടെ സംസ്ഥാന സമ്മേളനം 24ാമത് സംസ്ഥാന സമ്മേളനം വരുന്ന ഓഗസ്റ്റ് മാസം 22, 23, 24 തീയതികളിൽ എറണാകുളത്ത് വെച്ച് നടക്കുകയുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ട് എല്ലാ ജില്ലകളിലും ജില്ലാ സമ്മേളനങ്ങൾ നടന്നു വരുന്നു. വരുന്ന ഓഗസ്റ്റ് മാസം 7-ാം തീയതിയോടുകൂടെ എല്ലാ ജില്ലാ സമ്മേളനങ്ങളും അവസാനിക്കും. ജില്ലാ സമ്മേളനങ്ങളിൽ അതുപോലെ സംസ്ഥാന സമ്മേളനങ്ങളിലും നമ്മുടെ സംഘടനയുടെ പ്രവർത്തനങ്ങൾ, ഇതുവരെ നടന്ന പ്രവർത്തനങ്ങളെ വിശകലനം ചെയ്യുകയും നമ്മൾ എന്തൊക്കെ തീരുമാനങ്ങളാണോ കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിലും അതുപോലെ തന്നെ സംസ്ഥാന സമ്മേളനത്തിലൊക്കെ എടുത്തത്. സംസ്ഥാന ഭാരവാഹി ജയന്ദാസ് PP സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി ഭാസ്കരൻ M റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ കേശവർ MR വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. പ്രദീപൻ C മറുപടി ഭാഷണം നടത്തി. യോഗത്തിൽ സൂരജ് TP, സുദീപ് MP, മധുസൂദനൻ PV, പ്രദീപ് PN, രമേശ് OV, അനുരാജ്, ഷൈമ M, വിനീഷ VS എന്നിവർ സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റ് ആശ TP അധ്യക്ഷത വഹിച്ചു. നന്ദകുമാർ PP സ്വാഗതം പറഞ്ഞു. സമ്മേളനത്തിലൂടെ വിവിധങ്ങളായ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അവകാശ പത്രിക അംഗീകരിക്കണമെന്ന ആവശ്യം SFI RD ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അവകാശ പത്രിക അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് SFI RD ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. കാഞ്ഞങ്ങാട് ട്രാഫിക് മുതൽ RD ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. തുടർന്ന് നടന്ന ധർണ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഖില TP ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖല പരിശോധിച്ചു നോക്കിയാൽ, ഉന്നത വിദ്യാഭ്യാസ മേഖല എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ വിപ്ലവകരമായ ഉജ്ജ്വലമായ തീരുമാനങ്ങൾ, മുന്നേറ്റങ്ങൾ ഒക്കെയും ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്നതായിട്ട് നമ്മളൊക്കെയും കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ ഉൾപ്പെടെ SFI അവകാശ പത്രികയുടെ ഭാഗമായി സൂചിപ്പിച്ചിട്ടുള്ള ഒരുപാട് അവകാശങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള അവകാശങ്ങൾ ഇന്നാടിനകത്തെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, നമ്മളുടെ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് SFI വിവിധ അവകാശങ്ങൾ കൊടുക്കുമ്പോൾ നമുക്കറിയാം, ഈ വർഷം ഉൾപ്പെടെ ഗവൺമെന്റിന്റെ ഭാഗമായി വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളിൽ ഞങ്ങളൊക്കെയും കൊടുത്തിട്ടുള്ള SFI കൊടുത്തിട്ടുള്ള വിവിധ അവകാശങ്ങൾ കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കും. SFI ജില്ലാ പ്രസിഡന്റ് ഋഷിത C പവിത്രൻ അധ്യക്ഷത വഹിച്ചു. K സജീഷ്, പ്രവിശ പ്രമോദ്, KP വൈഷ്ണവ്, K അനുരാഗ്, P ഇമാനുവൽ, അദിനാർ ചട്ടഞ്ചാൽ എന്നിവർ സംസാരിച്ചു. SFI ജില്ലാ സെക്രട്ടറി K പ്രണവ് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹോസ്ദുർഗ് കോടതി പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഗ്രാമങ്ങളിൽ സംഘടിപ്പിച്ച നിയമബോധവൽക്കരണ സെമിനാറുകളും മറ്റും ഗ്രാമീണ ജനതയ്ക്ക് നിയമപരിജ്ഞാനം നൽകാൻ സഹായകമായെന്ന് E ചന്ദ്രശേഖരൻ MLA പറഞ്ഞു. പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സംഘാടക സമിതി പിരിച്ചുവിടൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ കേന്ദ്രങ്ങളിൽ, വിവിധ പഞ്ചായത്തുകളിൽ നടത്തി എന്ന് പറഞ്ഞാൽ നിശ്ചയിച്ച് പൂർണ്ണമായി നമുക്ക് നടക്കാൻ കഴിഞ്ഞില്ല. നിശ്ചയിച്ചത് പൂർണ്ണമായി നടത്താൻ കഴിഞ്ഞില്ലെങ്കിലും നിയമപരിജ്ഞാനം പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള നമ്മുടെ ആ പരിശ്രമം വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയായിട്ടാണ് കിട്ടിയത്. നമ്മുടെ ഉദ്ദേശം, നമ്മുടെ ഈ കോടതിയുടെ ജുഡിസ്ഡിക്ഷനിൽ പെടുന്ന പ്രദേശങ്ങളിൽ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള മുനിസിപ്പൽ പ്രദേശം ഉൾപ്പെടെ ഉള്ളിടത്തെല്ലാം ഒരു അതിനുവേണ്ടിയുള്ള പരിപാടി സംഘടിപ്പിക്കണമെന്നായിരുന്നു. അഡ്വക്കേറ്റ് MC ജോസ്, അഡ്വക്കേറ്റ് P നാരായണൻ, VM ജയദേവൻ, T മുഹമ്മദ് അസ്ലം എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് PK സതീശൻ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. അഡ്വക്കേറ്റ് KC ശശീന്ദ്രൻ സ്വാഗതവും പ്രവർത്തന റിപ്പോർട്ടും, അഡ്വക്കേറ്റ് KL മാത്യു നന്ദിയും പറഞ്ഞു.
ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നോർക്ക റൂട്ട്സ് NDPR-EM പദ്ധതിയുടെ ഭാഗമായി സംരംഭകത്വ ശില്പശാല സംഘടിപ്പിച്ചു. സംരംഭകരാകുവാൻ താൽപ്പര്യമുള്ള പ്രവാസികൾക്കായി നോർക്ക റൂട്ട്സ് NDPR-EM പദ്ധതിയുടെ ഭാഗമായി സംരംഭകത്വ ശില്പശാല സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിക്ക് തിരുവനന്തപുരം സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് നേതൃത്വം നൽകി. നോർക്ക റൂട്ട്സ് സെൻട്രൽ മാനേജർ P. രവീന്ദ്രൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. സംരംഭകരാണ് അല്ലെങ്കിൽ നല്ലൊരു NRI ആണെന്ന് അവർക്ക് തോന്നിയാൽ അവർ പറയും ലോൺ ഞങ്ങൾ തരാം എന്ന് പറയും. അങ്ങനെ നിങ്ങൾ ഇവിടുന്ന് ക്ലാസ്സെല്ലാം കേട്ട് 3 കൊല്ലം ലോക്കിംഗ് പീരീഡ് കഴിഞ്ഞാൽ സബ്സിഡി കിട്ടുമെന്നെല്ലാം വിചാരിച്ചതാണ്. പക്ഷേ അത് അവർ ഡയറക്റ്റായി തന്ന ലോണായിരിക്കും, അതിൻ്റെ അത് സബ്സിഡി കിട്ടില്ല. നിങ്ങൾ ആ ലോൺ എടുക്കുമ്പോൾ തന്നെ കൃത്യമായി ബാങ്കിനോട് ചോദിച്ചിരിക്കണം, നോർക്ക വഴിയുള്ള ലോണല്ലേ, നോർക്ക പേപ്പർ എനിക്ക് കിട്ടിയിട്ട് അതേ പേപ്പർ കിട്ടിയിട്ട് അതേപോലെ തരുന്ന ലോണല്ലേ എന്നുള്ള കാര്യം കൃത്യമായി അന്വേഷിച്ചറിയാം. ആ കാര്യങ്ങൾ കൃത്യമായി അന്വേഷിച്ചറിയാം. കാരണം എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് വെച്ചാൽ എൻ്റെ മുന്നിൽ വരുന്നത് 3 കൊല്ലം കഴിഞ്ഞ് 3 കൊല്ലം ലോക്കിംഗ് പീരീഡ് സബ്സിഡി. പ്രൊജക്ട് ഓഫീസർ സ്മിത ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. അസോസിയേറ്റ് പ്രൊഫസർ PG അനിൽ ശില്പശാലയിൽ ബോധവൽക്കരണ ക്ലാസ് കൈകാര്യം ചെയ്തു. പ്രൊജക്ട് ഓഫീസർ G. ഷിബു സ്വാഗതം പറഞ്ഞു. ജില്ലയിലെ നിരവധി പ്രവാസികൾ ശില്പശാലയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന ആവശ്യം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള NGO യൂണിയൻ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കേരള NGO യൂണിയന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ജീവനക്കാർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരെ അണിനിരക്കുക, വർഗീയതയെ ചെറുക്കുക, വിലക്കയറ്റം തടയുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട്ട് നടന്ന മാർച്ച് മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച ടൗൺ സ്ക്വയറിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം PR സ്മിത ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായും ഇടതുപക്ഷ സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് പത്രികയിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം തന്നെയായിരുന്നു അത്. അങ്ങനെ പുനഃപരിശോധന സമിതി ഉണ്ടാക്കുകയും അവരതിനെ കുറിച്ച് വിശദമായി പഠിക്കുകയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും അത് മുഴുവനായും പ്രായോഗിക തലത്തിലേക്ക്, പ്രവർത്തന തലത്തിലേക്ക് എത്തിക്കാൻ നമ്മുടെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു പരിമിതി കൂടിയുണ്ട്. ആ പരിമിതിയെ മറികടന്നുകൊണ്ട് എല്ലാവർക്കും കൃത്യമായി നിർവചിക്കപ്പെട്ട പെൻഷൻ ലഭ്യമാക്കണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി ഈ മാർച്ചിലും ധർണയിലും കേരള NGO യൂണിയൻ വെക്കുന്ന മുദ്രാവാക്യം എന്നുള്ളത്. അപ്പോഴും നമുക്കറിയാം കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ളതാണ്. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PK വിനോദ് അധ്യക്ഷത വഹിച്ചു. V. ജഗദീഷ്, M. ജിതേഷ് എന്നിവർ സംസാരിച്ചു. മാർച്ചിനും ധർണയ്ക്കും PV മഹേഷ് കുമാർ, K. വിനോദ് കുമാർ, TV ഹേമലത, KV ശ്രീകുമാർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ജനമൈത്രി പോലീസ് ഹോസ്ദുർഗിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സഹകരണത്തോടെ വയോജനങ്ങൾക്കായി സൗജന്യ കണ്ണ് പരിശോധനയും തിമിര രോഗനിർണയ ക്യാമ്പും നടത്തി. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ നടന്ന പരിപാടി ഹോസ്ദുർഗ് ഇൻസ്പെക്ടർ P. അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. ജനമൈത്രി പോലീസ് ഹോസ്ദുർഗിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ഐ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ വയോജനങ്ങൾക്കായി സൗജന്യ കണ്ണു പരിശോധന തിമിര രോഗനിർണയ ക്യാമ്പ് നടത്തി. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ നടന്ന പരിപാടി ഹോസ്ദുർഗ് ഇൻസ്പെക്ടർ P. അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്ക് വേണ്ടുന്ന അത് പല സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ടതുണ്ട്. ഒരുപക്ഷെ വീട്ടിൽ മക്കളൊക്കെ നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഏകദേശം യുവാക്കളും യുവതികളും ഒക്കെ ജോലി അന്വേഷിച്ച് പലായനം ചെയ്യുകയാണ്. യൂറോപ്പിലേക്കും മറ്റ് ഗൾഫ് കൺട്രീസിലേക്ക്. പ്രായമായ അച്ഛനും അമ്മയുമാണ് വീട്ടിൽ ഒറ്റപ്പെട്ടിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ സ്വന്തം നമ്മൾ കേരളീയത് കുറവായിരിക്കും. എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കുമ്പോൾ അതിൽ ഒരുപാട് പരിമിതികൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മറ്റൊരാളാണ് നമ്മളെ ശ്രദ്ധിക്കുന്നതെങ്കിൽ നമുക്കുള്ള കുറവുകളും നമുക്ക് എന്തൊക്കെ വേണമെന്നുള്ളതെന്ന് ശ്രദ്ധിക്കാൻ ഒരാൾ ഉണ്ടാവുമ്പോൾ അത് വളരെ ഈ പ്രായത്തിൽ, ഈ പ്രായമായ സമയത്ത്, പ്രായം എന്ന് ഉദ്ദേശിച്ചത് സീനിയർ സിറ്റിസൺ 60 വയസ്സാണ്. അതൊരു അനാരോഗ്യമായ പ്രായമൊന്നുമല്ല ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ. ഹോസ്ദുർഗ് സബ് ഇൻസ്പെക്ടർ MTP സൈഫുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. സീനിയർ സിറ്റിസൺ ഫോറം ജില്ലാ സെക്രട്ടറി K. സുകുമാരൻ മാസ്റ്റർ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ P. അജയകുമാർ, കേരള പോലീസ് അസോസിയേഷൻ മെമ്പർ ശ്രീ ജേഷ് K, ഡോക്ടർ ഫായിസ മുസ്തഫ എന്നിവർ സംസാരിച്ചു.
ജനമൈത്രി ബീറ്റ് പോലീസ് ഓഫീസർ പ്രദീപൻ കോത്തോളി സ്വാഗതവും പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ PRO സന്തോഷ് പാലായി നന്ദിയും പറഞ്ഞു. വയോജനങ്ങൾക്കുള്ള കരുതലിന്റെ ഭാഗമായി ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ജനമൈത്രി പോലീസ് വയോജനങ്ങൾക്കായി ക്യാമ്പ് നടത്തിയത്. ക്യാമ്പിൽ 100ഓളം ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. BMS സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കാസർഗോഡ് ജില്ലാ ഓട്ടോറിക്ഷ മസ്ദൂർ സംഘ് BMS മാവുങ്കാൽ യൂണിറ്റ് കുടുംബസംഗമം സംഘടിപ്പിച്ചു. മാവുങ്കാൽ വ്യാപാര ഭവനിൽ വെച്ചാണ് കുടുംബസംഗമം നടത്തിയത്. BMS സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കാസർഗോഡ് ജില്ലാ ഓട്ടോറിക്ഷ മസ്ദൂർ സംഘ് BMS മാവുങ്കാൽ യൂണിറ്റ് കുടുംബസംഗമം മാവുങ്കാൽ വ്യാപാര ഭവനിൽ വെച്ചാണ് സംഘടിപ്പിച്ചത്. BMS സംസ്ഥാന ട്രഷറർ C ബാലചന്ദ്രൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ വസ്തു സംഘടനയിൽ ഉണ്ടാക്കിയെങ്കിൽ ഇവിടെ വീണ്ടും ഒരു സുഹാസം ഒരിക്കലും ഉണ്ടാവില്ല. നിങ്ങളെ ഭയത്തോളം അങ്ങനെ ഈ രാജ്യവിരുദ്ധ ദേശവിരുദ്ധ ശക്തി ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഈ മാവുങ്കൽ ഓട്ടോ യൂണിറ്റിന്റെ ഈ ഒത്തൊരുമ കാസർഗോഡ് മൊത്തമുള്ള ഒത്തൊരുമയായിട്ട് മാറ്റാൻ നിങ്ങൾ കഠിനമായി പരിശ്രമിക്കണമെന്നത് ആദ്യമായി ഇത് നിങ്ങളോട് പറയാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കൂടുതൽ പ്രസംഗിക്കാൻ എനിക്ക് ആവില്ല, ഞാൻ അങ്ങോട്ട് കടന്നില്ല. BMSന്റെ സവിശേഷതയും രാഷ്ട്രീയം ഒന്നും ഞാൻ പറയുന്നില്ല. ഇപ്പൊ തന്നെ തൊണ്ട കാര്യങ്ങൾ വളരെ വലിയ ബൈക്ക് കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട് കുറച്ച് സ്ട്രെയിൻ ചെയ്യേണ്ടി വരുന്നുണ്ട്. ഞാൻ കുടുംബസംഘത്തിന്റെ ആവശ്യകത മാത്രം പറയാൻ ബാക്കി സുഖം ഭരണത്തിൽ പാവപ്പെട്ടെല്ലാം കൂടി നോക്കും. നമ്മൾ എന്തുകൊണ്ടാണ് ഭാരതീയ വസ്തു സംഘം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കുടുംബസംഗമം സംഘടിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ എല്ലാവർക്കും അറിയും. നിങ്ങൾ വർഷങ്ങളായിട്ട് കുടുംബസംഗമത്തിൽ പങ്കെടുത്ത് ആ അനുഭവം നേടിയ ആളുകളാണ്. ഇത് കേരളത്തിലെ സമൂഹത്തിൽ നേരിടുന്ന ചില ദുർനയങ്ങൾ, സമൂഹത്തിലുണ്ടായിക്കൊണ്ടിരുന്ന ചില അപജയങ്ങൾ, ഇത് നമ്മളുടെ കുടുംബങ്ങളിലോ നമ്മുടെ പരിസര പ്രദേശങ്ങളിലോ ഉണ്ടാവാൻ പാടില്ല എന്ന ആഗ്രഹം കൊണ്ടാണ് ഭാരതീയ വസ്തു സംഘം എല്ലാ വർഷവും കുടുംബസംഗമം നടത്തുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഭരതൻ കല്യാൺ റോഡ്, ജില്ലാ സെക്രട്ടറി KV ബാബു, ജില്ലാ ജോയിന്റ് സെക്രട്ടറി മനോജ് കല്യാണം എന്നിവർ സംസാരിച്ചു. ഹോസ്ദുർഗ് മേഖലാ പ്രസിഡന്റ് ഭാസ്കരൻ ചെമ്പിലോട്ട്, സുനിൽ മുല്ലച്ചേരി സമാരോപ പ്രഭാഷണം നടത്തി. അശോകൻ പുതിയ കണ്ടം പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ചന്ദ്രൻ മൂലക്കണ്ടം മസ്ദൂർ ഗീതം ആലപിച്ചു. ചടങ്ങിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും നടന്നു. യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി കൃപേഷ് വാഴക്കോട് സ്വാഗതവും വൈസ് പ്രസിഡന്റ് വിനീഷ് ഉദയംകുന്ന നന്ദിയും പറഞ്ഞു. തുടർന്ന് യൂണിറ്റ് അംഗങ്ങളുടെയും കുട്ടികളുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഭാരതീയ ദേശീയതയുടെ അടിസ്ഥാനം വേദത്വ ചിന്തകളെന്ന് ഡോക്ടർ M മുരളീധരൻ നമ്പ്യാർ. ദാർശനികനും ഇന്റഗ്രൽ ബുക്ക് സ്ഥാപകനുമായ ശ്രീകാന്ത് 3ാം സ്മൃതി ദിനത്തിന്റെ ഭാഗമായുള്ള ശ്രീകാന്ത് സ്മൃതി പുരസ്കാര സമർപ്പണം സമ്മാനിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വേദങ്ങളിൽ നിന്നാണ് ഭാരതീയ ദേശീയതയുടെ തുടക്കമെന്നും നമ്മുടെ ദേശീയതയെ രൂപപ്പെടുത്തിയത് ശ്രീശങ്കരന്റെ അദ്വൈത സിദ്ധാന്തമാണെന്നും കേന്ദ്ര കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ M മുരളീധരൻ നമ്പ്യാർ അഭിപ്രായപ്പെട്ടു. ദാർശനികനും ഇന്റഗ്രൽ ബുക്ക് സ്ഥാപകനുമായ ശ്രീകാന്ത് 3ാം സ്മൃതി ദിനത്തിന്റെ ഭാഗമായുള്ള ശ്രീകാന്ത് സ്മൃതി പുരസ്കാര സമർപ്പണം സമ്മാനിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ സുമാരൻ പെരിച്ചോർ മാഷ് പ്രത്യേകമായിട്ട് വിളിച്ചതിൻ്റെ ഫലമായി ഞാൻ ഇന്ന് ഇവിടെ എത്തിച്ചേരാനും നിങ്ങളോട് കൂടി ഒത്തുകൂടാനുള്ളൊരു അവസരം ലഭിച്ചതിൽ സന്തോഷിക്കുന്നു. അതിൻ്റെ ഭാരവാഹികളോട് ഞാൻ ആദ്യമായി എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ശ്രീകാന്ത് സാറിനെക്കുറിച്ചും വളരെ ദീർഘമായ പല പ്രഭാഷണങ്ങളും പല കാര്യങ്ങളും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. കാഞ്ഞങ്ങാടിനെ സംബന്ധിച്ചിടത്തോളം, ആനന്ദാശ്രമത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മഹത്തായ സംഭാവനകൾ ലോകം മുഴുവനും അറിയപ്പെടുന്നു എന്ന് ഡെന്നി സാർ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ചടങ്ങിൽ ഇന്റഗ്രൽ ബുക്സ് ചെയർമാൻ ഡെന്നി അമൃതഗിരി അധ്യക്ഷത വഹിച്ചു. PK ശ്രീധരൻ ശ്രീകാന്ത് സ്മൃതി പുരസ്കാരം ഏറ്റുവാങ്ങി. രാധാകൃഷ്ണൻ നരിക്കോട് ദീപപ്രോജ്വലനം നടത്തി. ലക്ഷ്മി മൂലക്കണ്ടത്തിന്റെ പ്രാർത്ഥനയോടെ പരിപാടി ആരംഭിച്ചു. പ്രഭാഷകൻ ബാലൻ പരപ്പ ഉദ്ഘാടനം നിർവഹിച്ചു. അതോടൊപ്പം തന്നെ ക്ഷേത്രങ്ങളിൽ സാമൂഹ്യ ശ്രേയസ്സിന് വളരെ വിശിഷ്ടമായിട്ടുള്ളൊരു സന്ദേശം അദ്ദേഹം ഒരു കൊച്ചു പുസ്തകത്തിലൂടെ പകർന്നു എന്നുള്ളതാണ്. ഇന്ന് പ്രത്യേക കാലിക പ്രസക്തിയുള്ള ഒരു വിഷയം തന്നെയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ആനന്ദാശ്രമത്തിൽ 10 രൂപയാണ് അതിന് വില വധിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു കൊച്ചു പുസ്തകം നമുക്ക് ഭൗതിക ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം
ഒരു ആത്മവികാസത്തിൻ്റെ പ്രായോഗിക പരിശീലന കേന്ദ്രമായ ക്ഷേത്രങ്ങളെ ഭൗതികമായിട്ടുള്ള പുരോഗതിയുടെ തത്രപ്പാടിൽ നമ്മുടെ ആളും അർത്ഥവും ഒക്കെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ഹൈന്ദവ സമാജത്തിൻ്റെ, പ്രത്യേകിച്ച് ആ ഒരു ഗ്രാമത്തിലെ അല്ലെങ്കിൽ ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രവൃത്തത്തിനകത്തുള്ള സർവ്വചരാചരങ്ങളെയും, അതായത് ജനങ്ങളെ മാത്രമല്ല ചരാചരങ്ങളെയും അവരുടെയൊക്കെ വികാസത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് എങ്ങനെ മാതൃകരമായി പ്രവർത്തിക്കണമെന്ന് വളരെ ശാസ്ത്രീയമായ രീതിയിൽ വിശകലനം ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു കൊച്ചു പുസ്തകത്തിലൂടെ അദ്ദേഹം തെളിയിച്ചു തന്നതാണ്. ആ ഒരു ജ്ഞാന വെളിച്ചത്തിലാണ് ഈ ഉള്ളവനപ്പ് ഈ പ്രൗഢഗംഭീരമായിട്ടുള്ള അറിവും പക്വതയും വിവേകവുമുള്ള ഈ ഒരു ജനതയുടെ മുമ്പിൽ നിൽക്കാൻ ഇടവരുത്തി എന്നുള്ളതാണ്. സർവീസിൽ നിന്നും വിരമിക്കുന്ന കേന്ദ്ര കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ എം മുരളീധരൻ നമ്പ്യാർക്ക് ഇന്റഗ്രൽ ബുക്സ് ചെയർമാൻ ഡെന്നി അമൃതഗിരി പൊന്നാട അണിയിച്ച് ആദരിച്ചു. നാലപ്പാടം പത്മനാഭൻ, കണ്ണൻ പെരുമുടിയൂർ, സുകുമാരൻ പെരിയച്ചൂർ, ഡോക്ടർ CV മനോജ്, ഡോക്ടർ മുരളി മോഹനൻ KV, ദിനേശ് മാവുങ്കാൽ, R വേണുഗോപാൽ, വിജയാംബിക ശാസ്തമംഗലം, രമേശ് കൈതപ്രം, സുകേഷ് PD, അഡ്വക്കേറ്റ് TK സുധാകരൻ, രാഘവൻ കടന്നപ്പള്ളി, കൊപ്പൽ ചന്ദ്രശേഖരൻ, പല്ലവ നാരായണൻ, VK വാമനൻ നായർ, രാധിക ടീച്ചർ, രമേശൻ പുതിയകണ്ടം, അനിൽ പുളിക്കാൽ, ശ്രീകുട്ടൻ, ഉണ്ണി കാട്ടുകുളങ്ങര എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് ശ്രീകാന്ത് സ്മൃതി പർവം പ്രകാശനം ചെയ്തു. സുധാകരൻ പുറവങ്കരയുടെ സോപാന സംഗീതം, ബാലചന്ദ്രൻ കൊട്ടോടിയുടെ ഓടക്കുഴൽ വാദനം, മഹേഷ് മുന്നാടിന്റെ ഭക്തിഗാനം, വീഡിയോ പ്രദർശനം ചടങ്ങിനെ വർണ്ണാഭമാക്കി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രാവണേശ്വരം കുന്നുപാറ പൊടിപ്പളം റോഡ് നവീകരണത്തിനായി ജനകീയ കമ്മിറ്റി രൂപീകരിച്ചു. കാഞ്ഞങ്ങാട് മണ്ഡലം MLA E ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. രാവണേശ്വരം കുന്നുപാറ പൊടിപ്പളം റോഡ് നവീകരണത്തിന് സംസ്ഥാന സർക്കാർ 2025-26 ബജറ്റിന്റെ ഭാഗമായി 4 കോടി രൂപ അനുവദിച്ചിരുന്നു. നിലവിലെ റോഡ് വീതി കൂട്ടി മെക്കാഡം ടാറിംഗ് നടത്തി ഏറ്റെടുക്കാനാണ് പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. സ്ഥലമേറ്റെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നതിനും പദ്ധതി മോണിറ്ററിംഗ് നടത്തുന്നതിനായി ജനകീയ കമ്മിറ്റി രൂപീകരിച്ചു. കാഞ്ഞങ്ങാട് മണ്ഡലം MLA E ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ഒരു മെച്ചപ്പെട്ട രീതിയിൽ ആ റോഡിനെ മാറ്റാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുക. അങ്ങനെ വരുമ്പോൾ അത്യാവശ്യം വേണ്ടുന്ന രീതിക്ക് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടവരെല്ലാം അത് ചെയ്താൽ ഇപ്പം മുക്കൂട് പാലത്തിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും അറിയാം. പാലത്തിന് വേണ്ടി നമ്മൾ എല്ലാ ശ്രമവും നടത്തി 10 കോടി റുപ്യ അനുവദിച്ചു. എൻ്റെ നടപടികളായി വന്നപ്പാട് പറയുന്നത് അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ഭൂമി നിൽക്കണം. വലിയ ശ്രമം നടത്തി. ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഞാൻ മനസ്സിലാക്കി അതിന് വകയിലൊരു കേസ് കിട്ടി. അതൊരു കേസും ഉണ്ടായി എന്നുള്ളത് പിന്നീട് മനസ്സിലാക്കി. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ശോഭ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷാനിജ് പദ്ധതി വിശദീകരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K സബീഷ് സംസാരിച്ചു. K രാജേന്ദ്രൻ, A തമ്പാൻ, MG പുഷ്പ, P മിനി, കരുണാകരൻ കുന്നത്ത്, PA ശകുന്തള, O മോഹനൻ, T ശശിധരൻ എന്നിവർ സംബന്ധിച്ചു. ജനകീയ കമ്മിറ്റി ചെയർമാനായി A തമ്പാനെയും കൺവീനറായി M ബാലകൃഷ്ണനെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, രാവണേശ്വരം. അപ്പാട്ടിവളപ്പ് തറവാട് കുടുംബ സംഗമം നടന്നു. ജനറൽ ബോഡി യോഗവും അനുമോദനവും നടന്നു. പുരാതനവും ആചാരപ്പെരുമയിൽ സമ്പന്നവുമായ നെല്ലിക്കാട്ട് അപ്പാട്ടിവളപ്പ് തറവാട് വാർഷിക ജനറൽ ബോഡി യോഗവും കുടുംബ സംഗമവും അനുമോദന സദസ്സും നടത്തി. ചടങ്ങിൽ വെച്ച് SLC, +2, LSS, USS തുടങ്ങിയ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയികളായ 38 വിദ്യാർത്ഥികളെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു.
മുഴുവൻ ആചാരസ്ഥാനികർക്കും മാസം തോറും നൽകിവരുന്ന സാമ്പത്തിക സഹായം 2016 ശേഷം ആചാരസ്ഥാനം ഏറ്റെടുത്ത മുഴുവൻ സ്ഥാനികർക്കും നൽകണമെന്നും മുഴുവൻ സ്ഥാനികർക്കും സർക്കാർ അംഗീകാരവും ആനുകൂല്യങ്ങളും നൽകണമെന്നും വാർഷിക ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു. കിഴക്കുങ്കര കല്യാൺ മുച്ചിലോട്ട് മുഖ്യസ്ഥാനികൻ കുമാരൻ കോമരം ഉദ്ഘാടനം ചെയ്ത ഉപഹാരങ്ങൾ നൽകി. അതുപോലെ തന്നെ LSS, USS അങ്ങനെയുള്ള സ്കോളർഷിപ്പുകളിൽ അർഹതയുള്ള കുട്ടികളെയും നമ്മളെ അനുമതിക്കുന്നു. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ ചടങ്ങ്. കാരണം ഇത്രയും കുട്ടികളൊന്നും ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. വിരലിലെണ്ണാവുന്ന കുട്ടികൾ മാത്രമേ ഇതിനു മുമ്പ് നമുക്കുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഏകദേശം 39ഓളം കുട്ടികളുണ്ട്. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ തറവാട്ടങ്ങളുടെ മക്കളോ മരുമക്കളോ ഇത്തരത്തിൽ ഉന്നതമായുള്ള വിജയത്തിലേക്ക് എത്തുന്ന കുട്ടികളുണ്ട്. ഞാനിപ്പോൾ ഒരു കുട്ടിയോട് ചോദിച്ചു, +2 എത്ര മാർക്കാണ് മോളെ കിട്ടിയത്? 1200 മാർക്ക്. അങ്ങനെ ഉന്നതമായുള്ള ശ്രേണിയിലെത്തിയുള്ള കുട്ടികളാണ് നമ്മൾ ഇവിടെ അനുഭവിച്ചത്. ഗോപാലൻ കോമരം, ശശി ഊരാളൻ എന്നിവർ വിശിഷ്ടാതിഥികളായി. ട്രഷറർ വി ബാലകൃഷ്ണൻ, ഉപഭാരവാഹികളായ ദാമോദരൻ പയ്യന്നൂർ, ചന്ദ്രൻ രാവണേശ്വരം, മാതൃസമിതി അംഗം KTV പ്രേമ എന്നിവർ സംസാരിച്ചു. ജോയിന്റ് സെക്രട്ടറിമാരായ പ്രകാശൻ മൊട്ടമൽ സ്വാഗതവും ചന്ദ്രപ്രകാശ് നന്ദിയും പറഞ്ഞു. ഭാരവാഹികളായി PV നാരായണനെ പ്രസിഡന്റായും, ദാമോദരൻ പയ്യന്നൂർ, ചന്ദ്രൻ രാവണേശ്വരം എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും, ബാബു മണലിനെ സെക്രട്ടറിയായും, പ്രകാശൻ മൊട്ടമൽ, ചന്ദ്രപ്രകാശ് എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും, വി ബാലകൃഷ്ണനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാർഗിൽ യുദ്ധത്തിന്റെ ഉജ്ജ്വല സ്മരണകളുമായി കാർഗിൽ വിജയദിനം കാസർഗോഡ് ജില്ലയിലെ സൈനിക കൂട്ടായ്മയായ സോൾജിയേഴ്സ് ഓഫ് KL-14 വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. പുഷ്പാർച്ചനയും നടത്തി. കാർഗിൽ യുദ്ധത്തിന്റെ ഉജ്ജ്വല സ്മരണകളുമായി കാർഗിൽ വിജയദിനം കാസർഗോഡ് ജില്ലയിലെ സൈനിക കൂട്ടായ്മയായ സോൾജിയേഴ്സ് ഓഫ് KL-14 വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സൊസൈറ്റിക്കായി മാവുങ്കാലിൽ പണിതീർത്ത കെട്ടിടത്തോട് ചേർന്നുള്ള യുദ്ധസ്മാരകത്തിൽ സൊസൈറ്റി മെമ്പർമാരും കുടുംബാംഗങ്ങളും നാട്ടുകാരും ചേർന്ന ദീപം തെളിയിച്ചും പുഷ്പാർച്ചന നടത്തിയും ധീര യോദ്ധാക്കളെ അനുസ്മരിച്ചു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. രാവിലെ തൊട്ട് ഒരുപാട് പരിപാടികൾ കണ്ടെത്തുന്നു. നമ്മുടെ അയൽരാജ്യം നമ്മളോട് കാട്ടിയ ഒരു വഞ്ചനയുടെ കഥയാണ്. ആ വഞ്ചനയോട് നമ്മളെങ്ങനെ പ്രതികരിച്ചു, അല്ലെങ്കിൽ നമ്മൾ ധീര ജവാന്മാരെങ്ങനെ പ്രതികരിച്ചു എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസമാണിത്. 26 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മാസത്തിനുള്ളിൽ ശരിക്കും പറഞ്ഞാൽ മെയ് തൊട്ട് ജൂലൈ വരെയുള്ള പീരീഡിൽ 537ഓളം ധീര യോദ്ധാക്കളെ ഭാരതാംബയ്ക്ക് നഷ്ടപ്പെട്ട അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇന്നത്തെ ഈ ദിവസം. നമ്മൾ കാർഗിൽ വിജയ ദിവസം എന്നൊക്കെ പറയുമെങ്കിലും ഈ 537 പേർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ കുടുംബങ്ങളെയാണ്. ഒരുപാട് പേർക്ക് സഹോദരന്മാർ നഷ്ടപ്പെട്ടു, ഭാര്യമാർക്ക് ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടു. കേണൽ ദാമോദരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ പ്രസിഡന്റ് ശശിധരൻ ഏറുവട്ട, സെക്രട്ടറി ജയൻ പൊന്നൻ, സുകുമാരൻ A എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പെരിയാർ ഡോക്ടർ അംബേദ്കർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചു. പരിപാടി കണ്ണൂർ യൂണിവേഴ്സിറ്റി പരീക്ഷാ കൺട്രോളറായ പ്രൊഫസർ ഡോക്ടർ K ജിതേഷ് ഉദ്ഘാടനം ചെയ്തു. പെരിയാർ ഡോക്ടർ അംബേദ്കർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചു. കണ്ണൂർ യൂണിവേഴ്സിറ്റി പരീക്ഷാ കൺട്രോളർ പ്രൊഫസർ ഡോക്ടർ K ജിതേഷ് ഉദ്ഘാടനം ചെയ്തു. ചിലപ്പോൾ ആ സമയത്തൊക്കെ ഇങ്ങനെ സുഖിച്ച് നടന്നതുകൊണ്ടാവാം ഇത്തരത്തിലുള്ളൊരു നല്ല ജോലി തിരക്കുള്ള ഒരു പ്രക്രിയയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ സംഭവിക്കുകയാണ്, നിയോഗമാണ്. ഞാനൊരു ഫാറ്റലിസ്റ്റാണ്, വിധിയിലൊക്കെ ഞാൻ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. വഴിയിലെ ഓരോ നിമിഷങ്ങളെയും ചേർത്ത് വെച്ച് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് എല്ലാ നിമിഷങ്ങൾക്കും നല്ലൊരു ബന്ധമുണ്ട്, ഒരു ഇഴചേർക്കപ്പെടുകയാണ്. നമ്മൾക്കതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല.
ONVയുടെ ഒരു വരി ഓർമ്മ വരെയല്ല, ഞാൻ നേരത്തെ മനസ്സിൽ തന്നെയുള്ള കാര്യമാണ്. എത്ര സുന്ദരം എൻ്റെ മലയാളം, മുത്തുപവിഴങ്ങൾ കോർത്തിണക്കിയ പൊന്നുനൂല് പോലെ എന്ന് പറഞ്ഞ ഒരു വരിയുണ്ട്. ആ ഒരു പൊന്നുനൂല് പോലെ ചേർത്തിണക്കിയ നിമിഷങ്ങളാണ്, ആ മുത്തുകളാണ് ഓരോ നിമിഷങ്ങളും. കോളേജുകളിൽ ബിരുദദാന ചടങ്ങിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അത് വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ആത്മവിശ്വാസവും പ്രചോദനവും വളരെ വിലപ്പെട്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജയചന്ദ്രൻ കീഴോത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ അംബേദ്കർ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ ട്രസ്റ്റ് ചെയർമാൻ മുജീബ് മെട്രോ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ അംബേദ്കർ കോളേജ് അഡ്മിനിസ്ട്രേറ്റർ KV സാവിത്രി, ട്രസ്റ്റ് PRO C മുഹമ്മദ് കുഞ്ഞി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. P അഭിലാഷ് ചടങ്ങിന് നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാഹന പരിശോധനയ്ക്കിടെ സംശയാസ്പദമായി കണ്ട ആളെ പരിശോധിച്ചതിൽ 3.04 ഗ്രാം MDMA കണ്ടെത്തി. ഹോസ്ദുർഗ് മുറിയനാവി സ്വദേശി സാജിദ് CH ആണ് ഹോസ്ദുർഗ് പോലീസിന്റെ പിടിയിലായത്. പനത്തടി കല്ലപ്പള്ളിയിൽ പുലിഭീതിയിൽ ജനങ്ങൾ. കല്ലപ്പള്ളിയിൽ പുലി വീടിന് മുന്നിൽ നിന്ന് പട്ടിയെ കടിച്ചെടുത്തു കൊണ്ടുപോയതായി പരാതി. KCB ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം നടന്നു. ഹോട്ടൽ ബേക്കൽ ഇന്റർനാഷണലിൽ വെച്ചായിരുന്നു സമ്മേളനം നടന്നത്. അവകാശ പത്രിക അംഗീകരിക്കണമെന്ന ആവശ്യം. SFI RDC ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഹോസ്ദുർഗ് കോടതി പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സംഘാടക സമിതി പിരിച്ചുവിടൽ യോഗം നടന്നു. E. ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. നോർക്ക റൂട്ട്സ് NDPR EM പദ്ധതിയുടെ ഭാഗമായി സംരംഭകത്വ ശില്പശാല സംഘടിപ്പിച്ചു. ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തണം എന്നാവശ്യം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള NGO യൂണിയൻ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.